പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഇന്ന് ദൈവവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് വളരെ ഹൃദയസ്പർശിയായ ഒരു തിരുവചന ഭാഗമാണ്. ശിമയോൻ പത്രോസിനോട് ഈശോ ചോദിക്കുകയാണ്, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ബൈബിളിൽ ഏറ്റവും ഹൃദ്യമായി തോന്നുന്നൊരു ചോദ്യം. 2, 3 തവണ ആവർത്തിച്ച് ഈശോ ഇതേ ചോദ്യം ചോദിക്കുകയാണ്. എല്ലാ തവണയും യോഹന്നാൻ പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ഓരോ തവണയും തൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ദൗത്യം പത്രോസിന് നൽകുകയാണ്. പത്രോസിനെ ഒരജപാലകനാക്കി ഉയർത്തുകയാണ്. സ്നേഹത്തിൻ്റെ ആഴം അളന്ന് പരിശോധിക്കുന്ന കർത്താവ് ഈ സ്നേഹം, പത്രോസ് ഈശോയെ സ്നേഹിച്ച് ഈ സ്നേഹം, ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം ഇത് ലോകമെങ്ങും പ്രഘോഷിക്കുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി അജപാലകനായി പത്രോസിനെ ഉയർത്തുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ ദൈവവചനം കേൾക്കുമ്പോൾ നാം അനുഭവിക്കുന്ന ദൈവസ്നേഹം, ഈശോയെ സ്നേഹിക്കാൻ പ്രാർത്ഥനയിലൂടെ കർത്താവിനെ കണ്ടെത്തി ഈശോയെ ഞാൻ സ്നേഹിച്ച് ക്രിസ്തുവിനെ സ്വന്തമാക്കിയ ആ സ്നേഹം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുമ്പോഴാണ് പത്രോസിനെ പോലെ അജപാലക ദൗത്യം പൂർത്തിയാക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുക. പത്രോസിനെ പോലെ അജപാലകരായി മാറുവാൻ തക്ക വിധത്തിൽ മറ്റെന്തിനേക്കാളും ഉപരിയായി കർത്താവിനെ സ്നേഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമേൻ. നിൻ വഴിയേ നടക്ക